എനിക്ക് ഒരു കാര്യം അറിയില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? എനിക്കറിയില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് വളരെ കോമൺ ആയിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം, അല്ലേ? പക്ഷേ ഐ ഡോണ്ട് നോ എന്ന ആ ഒരു എക്സ്പ്രഷനോട് കൂടി കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഡിഫറെൻറ്റ് മീനിങ് കിട്ടും. മാത്രമല്ല ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ്. ഐ ഡോണ്ട് നോ എന്ന എക്സ്പ്രഷനോട് കൂടി ഏത് വാക്കുകളൊക്കെ ചേർത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ലെസൺ ആയിരിക്കും ഇത്. ശ്രദ്ധിക്കുക. ഐ ഡോണ്ട് നോ ഹൂ. ഹൂ എന്നാൽ ആര്. ഐ ഡോണ്ട് നോ ഹൂ വെൻറ്റ് ടു ദ പാർട്ടി. ആരാണ് പാർട്ടിയിൽ പോയത് എന്ന് എനിക്കറിയില്ല എന്ന മീനിങ് കിട്ടി. ഐ ഡോണ്ട് നോ എന്നാൽ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൂ വെൻറ്റ് ടു ദ പാർട്ടി. ആരാണ് പാർട്ടിയിൽ പോയത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൂ വിൽ കം ടുമാറോ. നാളെ ആരാണ് വരുന്നത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൂ ഗോസ് എവറി ഡേ. എല്ലാ ദിവസവും പോകാറുള്ളത് ആരാണ് എന്നെനിക്കറിയില്ല. നോക്കൂ, പല ഡിഫറൻറ്റ് ടെൻസസ് നമ്മൾ അവിടെ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരം സെൻറ്റൻസുകളിൽ നമുക്ക് പലതരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് ടെൻസ് ആണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ സാധിക്കും. ഐ ഡോണ്ട് നോ ഹൂ ക്ലീൻഡ് ദ റൂം. ആരാണ് റൂം ക്ലീൻ ചെയ്തത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൂ ഈസ് ഗോയിങ് ടു ബൈ ദിസ് സാരി. ഈ സാരി വാങ്ങാൻ പോകുന്നത് ആരാണ് എന്നെനിക്കറിയില്ല. നോക്കൂ, എത്ര ഡിഫറൻ്റായ സെൻറ്റൻസുകൾ നമുക്കതിനൊപ്പം ഉപയോഗിക്കാം. അപ്പോൾ ഐ ഡോണ്ട് നോ ഹൂ എന്ന് ഉപയോഗിച്ചുകൊണ്ട് പല ഡിഫറെൻറ്റ് സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കൂ. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. അടുത്തത് ഐ ഡോണ്ട് നോ വാട്ട്. ഐ ഡോണ്ട് നോ വാട്ട്. വാട്ട് എന്നാൽ എന്ത്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല. വാട്ട് കഴിഞ്ഞിട്ട് ടു ഡു. ടു പിന്നെ ഒരു വേർബിൻ്റെ ബേസ് ഫോം. എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു റൈറ്റ്. എന്താണ് എഴുതേണ്ടത് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു റീഡ്. എന്താണ് വായിക്കേണ്ടത് എന്നെനിക്കറിയില്ല. നോക്കൂ, വളരെ ഈസി ആയിട്ട് ഇത്തരം എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഐ ഡോണ്ട് നോ വാട്ട്. അടുത്തത് ഐ ഡോണ്ട് നോ വെൻ. വെൻ എന്നാൽ എപ്പോൾ. ഐ ഡോണ്ട് നോ വെൻ ഹീ ഈസ് കമ്മിങ്. അവൻ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെൻ ഷീ വെൻറ്റ് ടു ദ മീറ്റിംഗ്. ഐ ഡോണ്ട് നോ വെൻ യു ആർ ഗോയിങ്. നിങ്ങൾ എപ്പോഴാണ് പോകുന്നത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെൻ ദേ വിൽ കം. അവർ എപ്പോൾ വരും എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെൻ ഷി വിൽ ഫിനിഷ് ദിസ്. അവൾ എപ്പോഴാണ് ഇത് തീർക്കുക, കംപ്ലീറ്റ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേർ. വേർ എന്നാൽ എവിടെ. ഐ ഡോണ്ട് നോ വേർ മൈ പെൻ ഈസ്. എൻ്റെ പെൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേർ മൈ തിങ്സ് ആർ. എൻ്റെ സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേർ മൈ ബാഗ് ഈസ്. എൻ്റെ ബാഗ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേർ മൈ ഫ്രണ്ട്സ് ആർ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെയാണ് എന്നെനിക്കറിയില്ല. അപ്പോൾ ഇതും ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഐ ഡോണ്ട് നോ വൈ. വൈ എന്നാൽ എന്തുകൊണ്ട്. ഐ ഡോണ്ട് നോ വൈ ഷീ ക്വിറ്റ് ദ ജോബ്. അവൾ എന്താണ് ജോലി വിട്ടത് എന്നെനിക്കറിയില്ല. എന്തുകൊണ്ടാണ് എന്നാണ്. ഐ ഡോണ്ട് നോ. എന്തുകൊണ്ടാണ് അവൾ ജോലി വിട്ടത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വൈ ഷീ ഡിഡ്ന്റ് കം ഹിയർ. അവൾ എന്തുകൊണ്ടാണ് ഇവിടെ വരാതിരുന്നത് എന്നെനിക്കറിയില്ല. നോക്കൂ, വൈ ഷീ ഡിഡ്ന്റ് കം എന്നാണ് ഉപയോഗിച്ചത്. നെഗറ്റീവ് സെൻറ്റൻസ്. ഐ ഡോണ്ട് നോ വൈ ഷീ ഡിഡ്ന്റ് കം ഹിയർ. ഐ ഡോണ്ട് നോ വൈ ഹീ ക്വാറൽഡ് വിത്ത് മീ. അവൻ എന്നോട് വഴക്ക് കൂടിയത് എന്താണ് എന്നെനിക്കറിയില്ല. എന്തിനാണ് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വൈ ദേ ഡിഡ്ന്റ് ഈറ്റ് ദ ഫുഡ്. എന്തുകൊണ്ടാണ് അവർ ഫുഡ് കഴിക്കാതിരുന്നത് എന്ന് എനിക്കറിയില്ല.
എന്തുകൊണ്ടാണ്, വൈ എന്നാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ഐ ഡോണ്ട് നോ ഹൗ, ഹൗ എന്നാൽ എങ്ങനെ. ഐ ഡോണ്ട് നോ ഹൗ ടു ഗോ ദർ, അവിടെ എങ്ങനെയാണ് പോകേണ്ടത് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു കുക്ക് ബിരിയാണി, എങ്ങനെയാണ് ബിരിയാണി കുക്ക് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു ടോക്ക് ടു ഹിം, അവനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം, ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നെനിക്കറിയില്ല. ഇനി ഹൗ മെനി, ഹൗ മെനി എന്നാൽ എത്ര, എത്ര എണ്ണം എന്ന മീനിങ് ആണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി, ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്, എത്ര ആളുകൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ വേർ കിഡ്നാപ്ഡ്, എത്ര ആളുകൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ മെനി ബെഡ്സ് ആർ അവൈലബിൾ, എത്ര ബെഡ്സ് ലഭ്യമാണ്, ബെഡുകൾ എത്ര എണ്ണം ലഭ്യമാണ് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ മെനി ബെഡ്സ് ആർ അവൈലബിൾ. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ഹാവ് ഡൈഡ്, ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ഹാവ് ഡൈഡ്, എത്ര ആളുകൾ മരണമടഞ്ഞു എന്നെനിക്കറിയില്ല. ഇനി ഹൗ ഓഫൺ, എത്ര തവണ, എത്ര പ്രാവശ്യം എന്നൊക്കെ പറയില്ലേ, അത് ഐ ഡോണ്ട് നോ എന്നതിനോടുകൂടി ചേർക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ, ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ. ഹീ ഗോസ് ദർ, എത്ര പ്രാവശ്യം അവൻ അവിടെ പോകാറുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ യു ബ്രഷ് യുവർ ടീത്ത്, നീ എത്ര പ്രാവശ്യം ബ്രഷ് ചെയ്യാറുണ്ട്, ടീത്ത് ബ്രഷ് ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ ഹി ചെക്ക്ഡ് ഹിസ് ഇമെയിൽ, അവൻ എത്ര പ്രാവശ്യം അവൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ യു എഡിറ്റ് യുവർ പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫൈൽ എത്ര തവണ നിങ്ങൾ എഡിറ്റ് ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ യു ഗോ എബ്രോഡ്, നിങ്ങൾ വിദേശത്ത് എത്ര പ്രാവശ്യം പോകാറുണ്ട് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ യു സീ ഹിം, ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ യു സീ ഹിം, അവനെ എത്ര പ്രാവശ്യം നീ കാണാറുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വെദർ, വെദർ എന്നതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, WHETHER എന്നാണ്. ഐ ഡോണ്ട് നോ വെദർ ജെയിൻ ഹാസ് അറൈവ്ഡ്, ജെയിൻ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ റെയിൻ ടുമാറോ, നാളെ മഴ പെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം ടുമാറോ, നാളെ അവൻ വരുമോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ കഴിഞ്ഞിട്ട് ഇഫ് ഉപയോഗിക്കുന്നതും നമുക്ക് നോക്കാം. ഐ ഡോണ്ട് നോ ഇഫ് ദ ഡോർ ഈസ് ലോക്ക്ഡ്, ആ ഡോറ് ലോക്ക് ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഈസ് ട്രൂ, ഇത് ട്രൂ ആണോ, ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഹി വിൽ ഹെൽപ്പ് യു, അവൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഹീസ് എ ഗുഡ് പേഴ്സൺ, അവനൊരു നല്ല മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഷീ ലവ്സ് ഹിം, അവനെ അവൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഐ ഡോണ്ട് നോ എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഐ ഡോണ്ട് നോ ഹൂ വെൻറ്റ് ദർ എന്ന് പറഞ്ഞാൽ ഹൂ വെൻറ്റ് ദർ, അവിടെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ആരാണ് അവിടെ പോയത് എന്ന് എനിക്കറിയില്ല എന്നല്ലേ. ഐ ഡോണ്ട് നോ ഹൂ വിൽ ഗോ ദർ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ടെൻസായി. അവിടെ പോകുന്നത് ആരാണ് എന്ന് എനിക്കറിയില്ല. പോകുന്നത് ഫ്യൂച്ചർ ടെൻസിലെ കാര്യമാണ്. അതേസമയം ഐ ഡോണ്ട് നോ ഹൂ ഗോസ് ദർ എവറി ഡേ, എല്ലാ ദിവസവും അവിടെ പോകാറുള്ളത് ആരാണ് എന്നെനിക്കറിയില്ല എന്നായി. അപ്പോൾ ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് അവിടെ ഇത്തരം എക്സ്പ്രഷൻസിനോട് കൂടി ചേർത്ത് ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ നോ എന്ന ഒരു വേർബ് അവിടെയുണ്ട്, അറിയുക.
ഇത് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. അതുകൊണ്ട് തന്നെ നോയിങ് എന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ഫോമിൽ സ്റ്റേറ്റീവ് വേർബ്സ് ഉപയോഗിക്കില്ല. വേറെയും ഇംഗ്ലീഷിൽ ഒരുപാട് സ്റ്റേറ്റീവ് വേർബ്സ് ഉണ്ട്. നോ എന്ന വേർബും അതുപോലെ ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. അതുകൊണ്ട് തന്നെ ഐ ആം നോട്ട് നോയിങ് അല്ലെങ്കിൽ ഐ ആം നോയിങ് എന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം പാസ്റ്റ് ടെൻസിൽ ഐ ഡിഡിൻറ്റ് നോ എന്ന് ഉപയോഗിക്കാം. ഞാൻ അറിഞ്ഞില്ല. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അതേസമയം ഐ ഡിഡിൻറ്റ് നോ എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എന്നാണ്. അത്തരത്തിൽ ഐ ഡിഡിൻറ്റ് നോ എന്ന് ഉപയോഗിക്കാം. അതുപോലെ നോ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ന്യൂ. പക്ഷേ ing ചേർത്ത് കണ്ടിന്യൂസ് ഫോമിൽ സ്റ്റേറ്റീവ് വേർബ്സ് ഉപയോഗിക്കില്ല. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. ഒരുപാട് സെൻറ്റൻസസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഉപയോഗിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും.